ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അകലയിലെ മഹാ എപ്പിസോഡാണെന്ന്. അംബികയുടെ അധപ്പതനം ഇന്നിവിടെ തുടങ്ങുവാണ്. അംബിക കർമ്മിയെ വിളിച്ച് പറയുക, ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ എല്ലാ കർമ്മങ്ങളും നടന്നിരിക്കണം, അതിന് യാതൊരു വിട്ടുവീഴ്ചയും വരാൻ പാടില്ല എന്നിങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞിട്ട് അംബിക തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന യാമിനിയാണ്. യാമിനിയെ കണ്ടതും അംബിക ഒന്ന് പതറുന്നുണ്ട്. യാമിനി പെട്ടെന്ന് അംബികയുടെ അടുത്തോട്ട് ചെന്നിട്ട്, നിങ്ങൾ എന്ത് മഹാദ്രോഹമാ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്ത് മഹാദ്രോഹം? എൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്നോട് നന്ദിയും സ്നേഹമുള്ള ഒരൊറ്റ കൂടപ്പിറപ്പേ എനിക്കുള്ളൂ, അത് അവൻ മാത്രമാ. ഞാനേ പ്രതാപൻ്റെ ആയുസ്സിന് വേണ്ടി എന്തും ചെയ്യും. അത് കേട്ടിട്ട് യാമിനി പറയാം, ഇതേ പ്രതാപേട്ടന് വേണ്ടി ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊന്നും അല്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. പിന്നെ എന്താ വടി ഞാൻ ചെയ്യുന്നത്? നിനക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഒന്ന് പറയടി. ആ കുഞ്ഞും പ്രതാപേട്ടനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ഇല്ലാതാക്കണം. എന്നിട്ട് പ്രതാപേട്ടൻ്റെ പേരുള്ള സകല സ്വത്തുക്കളും സ്ഥാപനങ്ങളും നിങ്ങളുടെയും നിങ്ങളുടെ മകൻ്റെയും പേരിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കുന്ന തന്ത്രങ്ങളുടെ അവസാന ഭാഗമാ ഈ ഇരിക്കപ്പിണ്ടം. അംബിക ഒരു കളിയാക്കോടെ പറയും, ഓ അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കൊണ്ടോ? യാമിനിയും വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. യാമിനി പറയാം, അതിനെ സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട മാഡം, അല്പം കോമൺ സെൻസ് മാത്രം മതി. എന്നാലേ ഇതൊക്കെ എൻ്റെ കുരുട്ടുബുദ്ധിയാന്ന് നീയൊന്ന് പോയി തെളിയിക്കടി. ആ ഞാൻ തെളിയിക്കും ചേച്ചി. എവിടെയോ കിടന്ന ഒരു ഫ്രോഡ് ജോത്സനെയും വിളിച്ചു വരുത്തി അയാൾക്ക് കാശും കൊടുത്ത് ഒരു കബഡി നേരത്തിൽ ഒരു പ്രശ്നപരിഹാരവും, അതും 16-ാം നൂറ്റാണ്ടിൽ ഏതോ വിവരദോഷി ചെയ്തു വെച്ച ഇരിക്കപ്പിണ്ടം. യാമിനി ഇങ്ങനെയൊക്കെ പറയുമെന്നൊന്നും അംബിക വിചാരിച്ചില്ല. അംബികയ്ക്ക് ദേഷ്യം വരും. മതിയടി നിന്റെ പ്രസംഗം. ഇല്ല, ഈ മരണാനന്തര ചടങ്ങ് ഞാനിവിടെ നടത്തിക്കില്ല. എന്നാലേ ഇവിടെ നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ വീടിൻ്റെ യഥാർത്ഥ കുടുംബിനി ഉണ്ടല്ലോ, അത് ഞാനാ. യാമിനി ഒച്ചത്തിൽ പറയുക, അല്ല, ഈ വീടിൻ്റെ യഥാർത്ഥ അവകാശി ഋതികയാ. ഈ വീട് ഋതികമ്മളുടെ പേരില്ല. എടി, നീ എത്രയൊക്കെ കിടന്നലറിയാലും അവളുടെ ഇരിക്കപ്പിണ്ടം ഞാൻ നടത്തിയിരിക്കും. ഇല്ല ചേച്ചി, ഞാൻ ആവത് ശ്രമിച്ചു നോക്കും അത് നടത്താതിരിക്കാൻ വേണ്ടി. ഗത്യന്തരം ഇല്ലാതെ വന്നാൽ ആ നിമിഷം ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങും എന്നേക്കുമായി. അത് കേട്ടത് അംബികയ്ക്ക് സന്തോഷം. നീ ഈ വീടിൻ്റെ പടി ഇറങ്ങണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്തേക്ക് ഇറക്കി വിടുവടി, നീ കരുതി നിന്നോടി എന്നും പറഞ്ഞ് അംബിക ദേഷ്യത്തിൽ യാമിനിയെ നോക്കിയിട്ട് അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. യാമിനിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ദൈവമേ, ശേഖരേട്ടനോ പ്രതാപേട്ടനോ ആരും ഈ സമയത്ത് ഇവിടെ ഇല്ലല്ലോ. ഈ സമയം പത്മാവതിയെ കാണാനായിട്ട് വേണുവേട്ടൻ ചെന്നിരിക്കുക. വേണുവേട്ടൻ പറയുക, മേഡത്തിനെ കാണണമെന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ വേണുവേട്ട? അത് കേൾക്കുമ്പോൾ മേഡത്തിന് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്കാണെങ്കിൽ അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഈ പ്രശ്നത്തിന് നമ്മൾ കൂടിയാലോചിച്ചൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. വേണുവേട്ടൻ എന്തായാലും കാര്യം തുറന്നു പറ. ആ എന്തരവളം ഉണ്ടല്ലോ, വർമ്മസാറിന്റെ ചേച്ചി അംബിക, അവളുടെ ദ്രോഹങ്ങൾ ഓരോ ദിവസം ചെല്ലുംതോറും കൂടുക. അവള് കർമ്മികളെയും പൂജാരികളെയൊക്കെ വിളിച്ചു വരുത്തി ഋതുമോളെ ഇരിക്കപ്പിണ്ടം വെക്കാൻ പോവുകയാണെന്ന്. അമ്പരപ്പോടെ പത്മാവതി ചോദിക്കുക, ഇരിക്കപ്പിണ്ടവോ? എന്തൊക്കെ വേണുവേട്ടായി കേൾക്കുന്നത്? യാമിനി മേഡം രാജുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ മേഡത്തിനെ കാണാൻ ഓടി വന്നതാ. ഋതുമോളുടെ അമ്മയല്ലേ പത്മാവതി മേഡം? അമ്മയ്ക്കല്ലേ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? പത്മാവതി ചോദിക്കുന്നു, ആ അച്ഛനെന്ന് പറയുന്ന മാന്യൻ അവിടെ ഇല്ലേ? അത് വർമ്മസാറിൻ്റെ കുട്ടിയല്ല ഋതുമോളെന്ന് ആ അംബിക അങ്ങ് സ്ഥാപിച്ചെടുത്തിരിക്കുമല്ലയോ? അത് തന്നെയുമല്ല, വർമ്മസാറും ശേഖരൻ സാറും അവിടെ ഇല്ല. ഈ ജാതകക്കാരി ജീവിച്ചിരിക്കുന്നത് വർമ്മസാറിൻ്റെ ആയുസ്സിന് ആപത്താണത്രേ. അതുകൊണ്ട് ഋതുമോൾക്ക് ഇരിക്കപ്പിണ്ടം വെക്കാനേ ഇവള് കൈക്കൂലി കൊടുത്ത ആ ജോത്സൻ സമ്മതിച്ചെന്ന്. എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ ഒരു ഇരിക്കപ്പിണ്ടം. ഇത്രയും നാളും ഞാൻ തോറ്റുകൊടുത്തതും ക്ഷമിച്ചു കൊടുത്തതും ഒക്കെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ മോളുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല വേണുവേട്ട. ഇതുവരെ ഞാൻ ജീവിച്ചത് ജയിലിനകത്ത് കഴിയുന്ന പോലെയായിരുന്നു. ആ രാക്ഷസിയെ അങ്ങ് കൊന്നിട്ട് ഇനി എന്നേക്കുമായിട്ട് ജയിലിലോട്ടങ്ങ് പോകാം. വേണുവേട്ടൻ പറയുക, ചോരയൊന്നും വീഴ്ത്താതെ ഈ കാര്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. എനിക്കാണെങ്കിൽ വർമ്മസാറിൻ്റെ വീട്ടിൽ ചെന്ന് ആ ഇരിക്കപ്പെണ്ണ തടയാൻ ചില പരിമിതികളൊക്കെ ഉണ്ട്. എൻ്റെ മകൻ്റെ അമ്മായിയച്ഛന് താൻ എന്തിനാ എൻ്റെ മുറ്റത്ത് വന്നേ എന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. വേണുവേട്ടൻ അതിനൊന്നും പോകണ്ട. എൻ്റെ മകളെ അവൾ ജീവനോടെ കൊല്ലാൻ പോകുന്നു. അവളെ ഇനി ഞാൻ വെച്ചേക്കില്ല. ആ മുറ്റത്തിട്ട് അവളെ ഞാൻ കൊല്ലും. എൻ്റെ ജീവിതം അവൾ തുലച്ച്. ഇനി എൻ്റെ കുഞ്ഞിനെ അവൾ വല്ലതും ചെയ്താൽ കത്തിക്കും ഞാൻ അവളെ അവിടെ ഇട്ട്. അങ്ങനെ പത്മാവതി അംബിയോട് കണക്ക് ചോദിക്കാനായിട്ട് ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ നിൽക്കവിടെ എന്നും പറഞ്ഞ് ജഗന്നാഥൻ അങ്ങോട്ട് വരികയാണ്. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. പത്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ പത്മയല്ല അത് ചെയ്യേണ്ടത്, ഞാനാ.
എന്നും പറഞ്ഞ് ജഗന്നാഥൻ എളിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ റിവോൾവർ എടുത്തിങ്ങനെ കാണിക്കുവാണ്. ഒളിവ് ജീവിതത്തിനിടയ്ക്ക് ഇത് സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം. ഇതെൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നേടിയതാണെങ്കിലും ലക്ഷ്യം അവൾ തന്നെയായിരുന്നു, ആ അംബിക. പത്മയുടെയും പ്രതാപൻ്റെയും ജീവിതം തകർക്കാൻ വേണ്ടി അവൾ ഉപയോഗിച്ച ആയുധം ഞാനാ. 3 ജീവിതങ്ങളാണ് അവൾ തകർത്ത് കളഞ്ഞത്. ഒരാളിതിപ്പോഴും അറിയുന്നില്ല. പത്മയ്ക്കും പ്രതാപനും ഒക്കെ ഇനിയൊരു ജീവിതം പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്കങ്ങനെയല്ല. അതുകൊണ്ട് അംബികയുടെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെ നടക്കണം. എന്നാലേ എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. വേണുവട്ടം പറയുക, എടാ ജഗ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാടാ. ജഗന്നാഥൻ പറയുക, ആലോചിക്കാൻ ഇനി ഒന്നുമില്ല. കാലങ്ങളായി ആലോചിച്ചെടുത്ത തീരുമാനമായത്. അവസരം ഇപ്പോഴാ ഒത്തു വന്നതെന്ന് മാത്രം. എടാ എന്നിങ്ങനെ സങ്കടത്തോടെ വേണുവട്ടം വിളിക്കുമ്പോൾ, വേണ്ട, തിരിച്ചു വിളിക്കരുത്, പുറകെ വരികയും ചെയ്യരുത്. ഞാൻ പറയുന്നത് നിങ്ങളങ്ങോട്ട് കേട്ടാൽ മതി. ഋതികയുടെ അമ്മയ്ക്കും അവളുടെ അമ്മായിയപ്പനായ വേണുവിനും ഈ ജഗൻ ഒരു വാക്ക് തരുന്നു. ഇരിക്കപ്പിണ്ടമൊന്നും നടക്കാൻ പോകുന്നില്ല. ആ ബലിപ്പുരയിലിട്ട് തന്നെ അംബികയെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ജഗൻ ദേഷ്യത്തിൽ വേഗത്തിൽ അവിടെ നടന്നു പോവുക. ജഗ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് വേണുവേട്ടൻ. ഈ സമയം അംബിക ആ കള്ളജോത്സ്യനെയും കർമ്മിയൊക്കെ വെച്ചിട്ട് മുറ്റത്ത് തന്നെ ഇരിക്കപ്പിണ്ടത്തിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചോറും എള്ളും ചേർത്ത് ഉരുളകളാക്കിയും അവിടെ ഒരു പ്രതിമയും എന്തൊക്കെയോ വെച്ചിങ്ങനെ കർമ്മങ്ങൾ ചെയ്യുവാണ് ആ കർമ്മി. അംബികയും മോനും വലിയ സന്തോഷത്തിലാണ്. യാമിനി ആകെ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുവാണ്. കർമ്മി അങ്ങനെ മണിയണിയും പൂജയും പൂവിടലും അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. യാമിനി നിന്ന് വിങ്ങി പൊട്ടുകയാണ്. ദൈവമേ, ഈ പ്രതാപേട്ടനും ശേഖരേട്ടനും എവിടെ പോയിരിക്കുക? കരഞ്ഞുകൊണ്ട് 2 കൈ എടുത്ത് തൊഴുതുകൊണ്ട് യാമിനി അംബികയോട് പറയാം, ചേച്ചി, എൻ്റെ ഒരു അപേക്ഷയാണ്. ജീവിച്ചിരിക്കുന്ന ആ കൊച്ചിന് ശേഷക്രിയകൾ ചെയ്യരുത്. ഇത് മഹാപാവമാണ്. മഹാപാവമാണെങ്കിലേ അതിൻ്റെ ശിക്ഷയൊക്കെ ഞാനങ്ങ് അനുഭവിച്ചോളാടി. നീ പോയി നിന്റെ കാര്യം നോക്കടി. ദീപക് അംബികയോട് പറയാ, ഇയാളോടൊന്ന് വേഗത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ. വല്യമ്മാവനോ ചെറിയമ്മാവനോ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇതൊക്കെ ആകെ മുടങ്ങിയെങ്കിലോ. അയ്യോ മോനെ, നീ പറഞ്ഞത് ശരിയാണല്ലോ. ജോത്സരെ, ആ കർമ്മിയോടെ പൂജകളൊന്ന് വേഗമാക്കാൻ പറ. ഇത് ഇരിക്കപ്പിണ്ടമല്ലേ മേഡം, അതിൻ്റെതായ ആചാരം അനുസരിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോഴവിടേക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് അപ്പുവാണ് ഇറങ്ങി വരുന്നത്. അപ്പുവിനെ കണ്ടത് ദീപക്ക് പറഞ്ഞ്, വേണ്ട, ഈ പെണ്ണിനെ വിളിച്ച് വരുത്തിയിരിക്കുവാണെന്നാണ് തോന്നുന്നത്. അപ്പു നോക്കുമ്പോൾ വാതക്കൽ എന്തൊക്കെയോ പൂജ നടക്കുന്ന, ജ്യോത്സ്യനും കർമ്മിയും എന്തൊക്കെയോ ചെയ്യുന്നു. അംബികയും ദീപക്കും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. യാമിനി സങ്കടത്തോടെ നിൽക്കുന്നു. അപ്പൂന്നും വിളിച്ചുകൊണ്ട് യാമിനി അപ്പുവിൻ്റെ അടുത്തോട്ട് ഓടിപ്പോവുകയാണ്. എന്താ അമ്മ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ദീപക്കിനോട് അംബിക പറയുക, ചേച്ചിയുടെ ശവസംസ്കാരം കാണാൻ വന്നതല്ലേ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണമല്ലോടാ. എന്താ അമ്മ ഇത്? മോളെ, ഇതാ ഇരിക്കപ്പിണ്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരമദുഷ്ടന്മാരായ കാരണവന്മാർ നടപ്പിലാക്കിയ ഒരാചാരമാണിത്. ഇരിക്കപ്പിണ്ടവോ എന്ന് വെച്ചാൽ എന്താ അമ്മേ? ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചതായിട്ട് കരുതി അവരുടെ മരണാനന്തര ക്രിയകളും ശവസംസ്കാരവും ഒക്കെ നടത്തുന്ന ഒരു ചടങ്ങാത്. ഋതുമോളുടെ ഇരിക്കപ്പിണ്ടവ ഇവരുടെ നടത്താൻ പോകുന്നത്. അത് കേട്ട് അപ്പു അങ്ങ് ഞെട്ടിപ്പോയി. അയ്യോ അമ്മേ, അച്ഛനും വല്യച്ഛനും ഒന്നും ഇവിടെ ഇല്ലേ? എന്ത് ചെയ്യാനാ മോളെ? 2 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫാ. അമ്മ ഇങ്ങോട്ട് വന്നേ, എന്തുണ്ടെങ്കിലും ഇത് നടത്തിക്കരുത്. അംബിക അപ്പുവിനോട് ചോദിക്കുക, എന്താടി തിളച്ചു മറിഞ്ഞ് എൻ്റെ നേരെ വരുന്നത്? ഇതിവിടെ നടത്തരുതെന്ന് എൻ്റെ അമ്മ നിങ്ങളോട് പറഞ്ഞതല്ലേ? അതിന് നിൻ്റെ അമ്മ ഇവിടെ ആരാടി? സ്പെഷ്യൽ ജഡ്ജിയോ ഇവിടെ വന്ന് ഓർഡർ ഇടാൻ? നീ പോയി നിന്റെ പണി നോക്കടി പെണ്ണെ. അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും ഫോൺ ഓഫായതുകൊണ്ടാ. ഞാൻ പോലീസിനെയും മീഡിയക്കാരെയും വിളിച്ച് വരുത്തും. ഇത് അനാചാരമാണ്. ഇത് മീഡിയയും സോഷ്യൽ വർക്കേഴ്സും അറിഞ്ഞാൽ വല്യച്ഛൻ്റെ മന്ത്രി കസാരോടെ തെറിക്കും, പറഞ്ഞേക്കാം. അംബിക പറയുക, എന്നാ നീ അങ്ങോട്ട് ചെയ്യടി. എന്നാലേ ന്യൂ ജനറേഷൻ കുട്ടികളെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. എൻ്റെ ചേച്ചിയുടെ ഇരിക്കപ്പിണ്ടം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ വീട്ടിലെ ഞാൻ പലതും ചെയ്യും. നീ ആരാടി ചോദിക്കാൻ? ഇറങ്ങിപ്പോടി അമ്മയും മോളും കൂടെ. അപ്പോൾ കർമ്മി ചോദിക്കുന്ന, ആരാ കർമ്മം ചെയ്യുന്നത്? അംബിക പറയുക, ഞാനാ. എങ്കിൽ പോയി കുളിച്ച് ഈറനായിട്ട് വരൂ. അപ്പൂനും യാമിനിക്ക് സങ്കടവും ദേഷ്യവും കൊണ്ട് വയ്യ. ദീപക്കാണ് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയത്ത് ജഗന്നാഥനോട് ഒളിച്ചു മറിഞ്ഞോടെ മാറി നിൽക്കുന്നുണ്ട്. കർമ്മങ്ങൾ നടക്കുന്നതും അംബികയും മോനും സന്തോഷത്തോടെ നിൽക്കുന്നതും യാമിനിയും അപ്പവും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതൊക്കെ ജഗൻ കാണുക. അമ്മ, ഇത് അനാചാരമായ ഒരു കാര്യമാണ്. ഇത് മീഡിയക്കാരിടപെട്ടെങ്കിലേ നിർത്താൻ പറ്റൂ. യാമിനി പറയുക, മോളെ, ഇതൊരു മന്ത്രിയുടെ വീടല്ലേ, മീഡിയക്കാർ വന്നാൽ ആകെ പ്രശ്നമാകും. കർമ്മം ചെയ്യേണ്ട ആളെന്താ വരാത്തത് എന്ന് കർമ്മി ചോദിക്കുമ്പോൾ ദീപക്ക് പറയാം, ദാണ്ട് ഇപ്പോൾ വരും. അംബിക അങ്ങനെ കുളിച്ച് ഈറനണിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. ജഗൻ അവിടെ മറന്നു നിന്നത് കാണുന്നുണ്ട്. അംബിക എങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് മുട്ടുകുത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജഗൻ കയ്യിലിരിക്കുന്ന റിവോൾവർ എടുത്തൊക്കെ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്കുന്നു. അങ്ങനെ കർമ്മി പവിത്രം ധരിക്കാനായിട്ട് അംബികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്.
അംബിക അങ്ങനെ പവിത്രമൊക്കെ ധരിച്ച് കിണ്ടിയിൽ നിന്നും വെള്ളം വാങ്ങി തീർത്ഥം സമർപ്പയാമി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പുഷ്പവും വാങ്ങിച്ചൊക്കെ ഇടുന്നുണ്ട്. ഈ സമയം ജഗന്നാഥനാണെങ്കിൽ റിവോൾവർ വെച്ചിങ്ങനെ അംബികയെ നോക്കി ഇങ്ങനെ ഉന്നം പിടിക്കുവാണ്. അങ്ങനെ കർമ്മി പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങളെല്ലാം അംബിക ഏറ്റു ചൊല്ലുന്നുണ്ട്. ജഗന്നാഥൻ അംബിക ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അപ്പു ഇതിവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നടുക്കോട്ട് കയറി വരുന്നുണ്ട്. ദീപക് വന്ന് അപ്പുവിനെ പിടിച്ച് തള്ളുക. യാമിനി പറയും തൊട്ടുപോകരുതാ എൻ്റെ മോളുടെ ദേഹത്ത്, എൻ്റെ കൊച്ചിനെ തൊട്ടാ കൊന്നുകളയും നിന്നെ ഞാൻ. കർമ്മി പറയുക ഒരു ചടങ്ങ് നടക്കുമല്ലേ, എന്തായാലും ഇങ്ങനെ ബഹളം വെക്കുന്നത്, ചടങ്ങ് അലങ്കോലമാക്കല്ലേ എന്ന് ജ്യോത്സ്യനും പറയുന്നുണ്ട്. അങ്ങനെ കർമ്മി അംബികയോട് എഴുന്നേക്കാൻ പറഞ്ഞിട്ട് ഒരു കുടം വെള്ളമെടുത്ത് അംബികയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുവാണ്. ഈ സാങ്കല്പിക പട്ടടയ്ക്ക് 3 വട്ടം വലം വെക്കണം. 3-ാം വട്ടം വലം വെച്ച് കഴിയുന്നതോടെ കുടം പുറകോട്ടെറിഞ്ഞ് പൊട്ടിക്കണം. എന്നാൽ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അംബിക അങ്ങനെ തലയിൽ ആ കുടവും വെള്ളവും വെച്ചുകൊണ്ട് അങ്ങനെ വലം വെക്കുവാണ്. യാമിനിയും അപ്പുവും വിങ്ങിപ്പൊട്ടി കരയുവാണ്. ജഗന്നാഥനാണെങ്കിൽ ഇപ്പം ഷൂട്ട് ചെയ്യും എന്ന ഭാവത്തിൽ ഇങ്ങനെ ഉന്നം പിടിക്കുവാണ്. അപ്പു കരഞ്ഞുകൊണ്ട് പറയുക, ഇതെനിക്ക് കണ്ടോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലമ്മേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാം. ശരിയാ മോളെ, പോകാം മോളെ, നമുക്കിനി ഈ വീട്ടിൽ താമസിക്കണ്ട, എപ്പോഴായാലും അച്ഛൻ നമ്മളെ വിളിക്കുമല്ലോ, നമുക്ക് പോകാം, മോള് വാ എന്നിങ്ങനെ പറഞ്ഞവർ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. ജീപ്പിൽ നിന്ന് ഋതികയും രാജുവും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അംബികയെ അവരെ കാണുമ്പോൾ അംബിക ഒന്ന് ഞെട്ടുന്നുണ്ട്. ഋതിക നോക്കുമ്പോൾ ഋതികയ്ക്കുള്ള പിണ്ട ഉരുട്ടി വെച്ചതും ഒരു പ്രതിമയൊക്കെയാണ് അവിടെ കാണുന്നത്. അതിങ്ങനെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുവാണ്. അംബിക അവരെ കണ്ടിട്ട് ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്നൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പുവിനും യാമിനിക്കും വളരെ സന്തോഷമായി. അപ്പു പറയാ, ദാണ്ട ചേച്ചി വന്നു. രാജുവിനെ ഋതിയെയും കണ്ടതോടെ ദീപക്കിൻ്റെ സകല പ്രതീക്ഷയും പോയി. അവൻ അവരെ നോക്കി ഇങ്ങനെ പല്ല് കടിക്കുക. ഋതികയെ കർമ്മം നടക്കുന്നിടത്തൊരു ദേഷ്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ എടി എന്നും പറഞ്ഞ് ദീപക് അവളെ തടയാൻ ചെല്ലുകയും രാജുവിൻ്റെ ഒരു ഒറ്റ തൊഴിയിൽ ദീപക് കരണം മറിഞ്ഞങ്ങ് വീഴുവാണ്. വെട്ടിയിട്ട തേങ്ങാക്കൊല പോലെ മോൻ വീഴുന്നത് കണ്ട് അംബിക അയ്യോന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. ആ കള്ള ജ്യോത്സ്യനും കർമ്മിക്കും മനസ്സിലായി ഇവിടെ ഇപ്പോൾ വല്ലതുമൊക്കെ നടക്കും, തടി കേടാകുമെന്ന് 2 പേർക്കും മനസ്സിലായി. വീണെടുത്തുനിന്ന് വീണ്ടും ദീപക് കെടാന്ന് വിളിച്ച് എഴുന്നേക്കാനായിട്ട് നോക്കുമ്പോൾ രാജുവിൻ്റെ അടുത്ത തൊഴി കിട്ടി അവൻ വീണ്ടും കമന്നടിച്ച് വീഴുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അംബിക ഇങ്ങനെ തലയിൽ കുടവും വെള്ളവും വെച്ചുകൊണ്ട് സങ്കടത്തോടെ നോക്കി നിൽക്കുക. ഇനി ജഗന്നാഥൻ വിചാരിക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും രാജുവോടെ ശരിക്ക് കൈകാര്യം ചെയ്യുമെന്ന് ജഗന്നാഥന് മനസ്സിലായി. ഋതിക ദേഷ്യത്തോടെ അംബികയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയുക, ജീവിച്ചിരിക്കുന്ന എന്നെ നിങ്ങൾ ഇരിക്കപ്പിണ്ടം വെക്കുമല്ലേ? അങ്ങനെ തീ പാറുന്ന കണ്ണുകളോട് ഋതിക ഇങ്ങനെ അംബികയെ നോക്കുവാണ്. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്നും പ്രതാപനും ശേഖരനും ഇറങ്ങി വരുന്നുണ്ട്. പ്രതാപനും ശേഖരനും ഒന്നും മനസ്സിലാകുന്നില്ല. വാതിക്കൽ കുറച്ച് ആൾക്കാരുണ്ട്. ചേച്ചിയുടെ തലയിലാണെങ്കിൽ വെള്ളവും കുടവുണ്ട്. ഋതികയും രാജുവും അവിടെ നിൽക്കുന്നു. എന്താ കാര്യമൊന്നും മനസ്സിലാകാതെ അവർ 2 പേരും ഇങ്ങനെ നോക്കി നിൽക്കുക. കർമ്മിയാണെങ്കിൽ പേടിച്ച് വിറച്ച് ജ്യോത്സ്യനെ നോക്കുന്നുണ്ട്. ദൈവമേ, ഇവരെല്ലാവരും ഇപ്പം തന്നെ കൊല്ലുമല്ലോ എന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായി. ഋതിക ദേഷ്യത്തോടെ അംബികയുടെ തലയിലിരിക്കുന്ന ആ കുടവും വെള്ളവും വലിച്ചിങ്ങോട്ട് വാങ്ങിച്ച് അത് കാണുന്ന ജഗന്നാഥനോടെ മറഞ്ഞു നിന്ന് ചിരിക്കുന്നുണ്ട്. അംബിക ദേഷ്യത്തോടെ എടീ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ഋതികയെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈനീട്ട് നിർത്തടി എന്ന് അലറിക്കൊണ്ട് ദാ വരുന്നു നമ്മുടെ സരസ്വതിയമ്മ. സൂര്യമംഗലം ഗോകുലകത്തെ സരസ്വതിയമ്മയെ കണ്ടതും അംബികയുടെ കൈ താന്നങ്ങ് വീണ് ദേഷ്യത്തോടെ പാഞ്ഞങ്ങോട്ട് ചെന്ന് സരസ്വതിയമ്മ, നീ എൻ്റെ കുഞ്ഞുമോളുടെ ഇരിക്കപ്പിണ്ടം വെക്കുമല്ലേടി എന്നും പറഞ്ഞ് അംബികയുടെ കരണക്കുറ്റി നോക്കി ഒരൊറ്റടി. അംബികയുടെ കണ്ണിക്കൂടെയോ ചെവിക്കൂടെയാണോ എന്നറിയില്ല, പൊന്നീച്ചയൊക്കെ പറന്ന ലക്ഷണമുണ്ട്. അംബിക ഇങ്ങനെ കരണത്ത് കയ്യും വെച്ചോണ്ട് ചുറ്റും നോക്കുവാണ്. ആങ്ങളമാരെയും മറ്റുള്ളവരെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ അഹങ്കാരത്തിലുള്ള അടി തണ്ട വീഴാൻ തുടങ്ങിക്കഴിഞ്ഞു. ഫ്രണ്ട്സ്, ഇപ്പം തന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം ഇടുന്നുണ്ട്, ഇങ്ങോട്ടും പോയിക്കളയല്ലേ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.